Welcome back to my channel. ഞാൻ നിങ്ങളുടെ വിപിൻ. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വർക്ക്ഷോപ്പാണ്. ഒരു ഡെസ്ക്ടോപ്പിൻ്റെ CPU-ൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് അതിൻ്റെ SMPS-ഉം ഹാർഡ് ഡിസ്കും ഷോർട്ടായിപ്പോയി. ഇത് ഒരു പഴയ ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ നമുക്കതിൻ്റെ CPU ഒന്ന് പാർഷ്യലായിട്ടൊന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ CPU. ഞാൻ ഓൾറെഡി ഇതിൻ്റെ SMPS-ഉം ഹാർഡ് ഡിസ്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് Intel i3 പ്രോസസ്സർ വരുന്ന ഒരു ഡെസ്ക്ടോപ്പാണ്. ഐബെല്ലിൻ്റെ ക്യാബിനാണ്. LGയുടെ ഒരു കോംബോ ഡ്രൈവ് കൂടെ ഉണ്ട്, DVD. പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഞാൻ രണ്ട് സൈഡിലെയും പാനൽ കവർ അഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 320 GB ഹാർഡ് ഡിസ്ക്കാണ് SATA HDD ഡ്രൈവ്. നമുക്ക് ഇത് ഒന്ന് അൺപാക്ക് ചെയ്യാം. ഇത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡ്രൈവ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തെർമോക്കോൾ പോലത്തെ ഒരു പ്രൊട്ടക്ഷൻ കിറ്റും, പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രൊട്ടക്റ്റഡ് ഒരു കവർ കൂടെ ഉണ്ട്. പിന്നെ അടിയിലും അതുമാതിരത്തെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നു. വേറെ ഇതിനകത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. പിന്നെ ഇതിന് 1 ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർഡ് ഡ്രൈവ്. കണ്ടില്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റാക്ക് ഈ സൈഡിലാണ്. നമുക്കിത് അങ്ങോട്ടൊന്ന് കയറ്റി വയ്ക്കാം. നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്, അല്ലെ പ്ലസ് എന്നും പറയും. നമ്മൾ രണ്ട് സൈഡിലും ഓരോ സ്ക്രൂ വീതമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് വെച്ച് തൊട്ടപ്പുറത്തെ സൈഡിലൂടെ ഒരു സ്ക്രൂ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലെ സ്ക്രൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യണം. അപ്പം അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് SMPS കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക വെറും 520 രൂപ വിലയുള്ള ലാബ് കെയറിൻ്റെ SMPS ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനും 2 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ഒരു പവർ കേബിൾ കൂടെ ഉണ്ട്. നമുക്ക് പവർ കേബിൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതെടുക്കണ്ട. ഇതൊരു ലാമിനേറ്റഡ് പ്ലാസ്റ്റിക് കവറാണ് വരുന്നത്. പ്രത്യേകിച്ച് ടൈ ബാൻഡ് ഒന്നുമല്ല, സാധാരണ റബ്ബർ ബാൻഡ് തന്നെയാണ് കേബിൾസിന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇപ്പം നമുക്കതിനെ അതിൻ്റെ സ്ലോട്ടിൽ കയറ്റി വെക്കാം. ടോപ്പിലാണ് ഇതിൻ്റെ സ്ലോട്ട് വരുന്നത്. ഇത് ജസ്റ്റ് കറക്റ്റ് ലെവലിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതകത്തേക്ക് കയറും. അതിനുശേഷം നമുക്ക് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കേബിൾസൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ക്രൂ ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും. ഇങ്ങനെ ഒരു 4 സ്ക്രൂ ആണ് വരുന്നത്. നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ സ്ക്രൂ ചെയ്യാം. നമ്മളതിൻ്റെ ഓരോ സ്ക്രൂ വീതം മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സ്ക്രൂ മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രോസ് ആയിട്ടാണ് നമ്മളെപ്പോഴും സ്ക്രൂ മൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ അടിയിൽ കൈ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾ തന്നെ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇതുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ SMPSൻ്റെ 4 സ്ക്രൂ ക്യാബിനറ്റുമായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ എല്ലാം ഓരോന്ന് വീതം കണക്ഷൻ കൊടുക്കാം. അപ്പം ഇതിലാദ്യം വരുന്നത് നമ്മുടെ ബോർഡിൻ്റെ പവറാണ്. അത് കൊടുക്കുന്നത് ബോർഡിൻ്റെ ഈ സൈഡിൽ തന്നെയാണ്. ഈ ക്ലിപ്പാണ് നമ്മുടെ ബോർഡിലെ സോക്കറ്റുമായിട്ട് കറക്റ്റായിട്ട് ജോയിൻ ആകണം. എങ്കിലേ ഇത് നമ്മൾ ഇതിലിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 12 വോൾട്ട് പവർ കൂടെ ബോർഡിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അതുകൂടി കണക്ട് ചെയ്യാം. അതിനും ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് വരുന്ന സൈഡാണ് നമുക്ക് ബോർഡിൽ കണക്ട് ചെയ്യേണ്ടത്. നേരെ ഇത് തിരിച്ചോ മറിച്ചോ വെക്കുകയാണെങ്കിൽ ഈ ക്ലിപ്പ് ഒടിഞ്ഞു പോകും. പോരാത്തതിന് അത് നമ്മുടെ ബോർഡ് ഷോർട്ട് ചെയ്യുന്നതിലേക്കും കൊണ്ടെത്തിക്കും. ബോർഡ് ഷോർട്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പം നമ്മൾ ആ സൈഡ് കറക്റ്റായിട്ട് നോക്കണം. നമുക്ക് ആ ഒരു സോക്കറ്റിൽ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ ബോർഡിലെ പവറുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അഡീഷണൽ ഒരു ഫാൻ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പവർ ഒന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് ഹാർഡ് ഡിസ്കിലേക്കുള്ള പവറാണ്. അത് ഹാർഡ് ഡിസ്ക് സാറ്റ ആയതുകൊണ്ട് ഈ സാറ്റ പവർ തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കണം. ഹാർഡ് ഡിസ്കിൻ എൻ്റെ തല ഇപ്പം ഹാർഡ് ഡിസ്കിൻ്റെ പവർ നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇനി CD ഡ്രൈവിൻ്റെ അതും ഇതുപോലെ തന്നെ സൈഡിലായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരണമെന്നുണ്ട്. കണ്ടില്ലേ, CD ഡ്രൈവിൻ്റെ ഡാറ്റ കേബിൾ ഞാൻ അഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ നമ്മൾ ആ പവർ കൂടെ കണക്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ അഴിച്ചു മാറ്റിയ CD ഡ്രൈവിൻ്റെ ഡാറ്റ കേബിൾ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഹാർഡ് ഡിസ്കിൻ്റെ ഡാറ്റ കേബിൾ ആദ്യം നമ്മൾ ബോർഡിൽ കണക്റ്റ് ചെയ്തു. അതിൻ്റെ അടുത്ത എഡ്ജ് നമ്മൾ ഹാർഡ് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ഫാൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പവർ ഈ ഡ്രൈവിലേക്ക് പോയ കേബിളിൻ്റെ ഒരു പാച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോക്കറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ നിലവാരം കുറഞ്ഞതാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഒടിഞ്ഞ് കയ്യിലിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ആ ഫാനിൻ്റെ കണക്ഷനൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ ഒന്ന് നീറ്റായിട്ട് ടൈ ചെയ്യാം. നമ്മൾ സാധാരണ കേബിൾ ടൈ തന്നെ യൂസ് ചെയ്താൽ മതി. അതെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഗതി തന്നെയാണ്. ഇതിൽ ടൈ ചെയ്തില്ലെങ്കിൽ ഈ ഫാനിൻ്റെയൊക്കെ ഇടയ്ക്ക് കിടന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളതൊന്ന് വൃത്തിയായിട്ട്
ഐ ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ പാർട്സ് 2 മാറ്റി പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കവറൊക്കെ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് മോണിറ്ററിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കവർ ചെയ്യാം. എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ആദ്യമായിട്ടെന്നല്ല എപ്പോൾ ചെയ്താലും നമ്മൾ കവർ ഫുള്ള് ഇട്ട ശേഷം സ്ക്രൂ ചെയ്യണ്ട. എങ്കിലും ജസ്റ്റ് ഈ കവർ ഒന്ന് ഇട്ട് വെച്ച ശേഷം മാത്രമേ നമ്മൾ CPU ഓൺ ആക്കാവൂ. കാരണം നമ്മൾ ഒരു തവണ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ല സ്ക്രൂവോ മറ്റോ ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ കാണും. അതെങ്ങാനും കൈതട്ടി ഈ ബോർഡിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് ഷോർട്ടായി പോകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം ക്യാബിൻ കൂടി ഒന്ന് സ്ക്രൂ ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് OS ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ OSൻ്റെ CD ഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസ് എനി കീ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ബൂട്ട് മീഡിയ സെലക്ട് ചെയ്യാനായിട്ട്. അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ബയോസിൽ നമ്മൾ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബൂട്ട് മെനു വന്നിട്ടുണ്ട്. അതിനകത്ത് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ആദ്യം നമ്മുടെ CD ഡ്രൈവ്, ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് CD ഡ്രൈവും, സെക്കൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് CT3320SC എന്നും പറഞ്ഞിട്ടാണ് മോഡൽ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ചെയ്തത് കറക്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബൂട്ട് ഡിവൈസായിട്ട് നമ്മുടെ DVD RAM സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ Windows 8 വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇൻസ്റ്റാൾ നൗ. നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻസ്റ്റാൾ നൗ ആണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വിൻഡോസ് എൻ്റർപ്രൈസസ്, അപ്പോൾ നമുക്ക് Windows 8 Pro കൊടുക്കാം. നെക്സ്റ്റ്, ലൈസൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇത് അപ്ഗ്രേഡാണ്, നമുക്ക് കസ്റ്റം ഇൻസ്റ്റാൾ. ഇപ്പം നമ്മുടെ CD ഡ്രൈവ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് പാർട്ടീഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരൊറ്റ ഡ്രൈവായി പോകും. നമ്മൾ ചെയ്യേണ്ടത്, പാർട്ടീഷൻ ചെയ്യേണ്ടതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് GB-യിലാണ് കാണിക്കുന്നത്. നമ്മളൊരു ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടൽ MB-യിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു 100 GB-യുടെ ഒരു പാർട്ടീഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് അതൊന്ന് നോക്കാം. 100 GB എന്ന് പറയുമ്പോൾ എത്ര MB ആണെന്ന്. അതായത് 1024 MB ആണ് 1 GB. അപ്പം അത് വെച്ച് ഇൻറ്റു ചെയ്ത് നോക്കാം. 1024 × 100, അപ്പം 1,02,400 MB. അതാണ് 100 GB. നമ്മൾ അപ്ലൈ കൊടുത്തു. ഓക്കെ, അപ്പം 2 പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ പാർട്ടീഷനിലേക്ക് ഈ അൺഅലോക്കേറ്റഡ് എന്ന് കിടക്കുന്നത് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. അത് അപ്ലൈ കൊടുത്തു, കാരണം പുതിയ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട്. അപ്പം പാർട്ടീഷൻ 2 എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത 100 GB. പാർട്ടീഷൻ 3 ബാക്കിയുള്ള സൈസാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പുതിയ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് ആദ്യമായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർമാറ്റ് ചെയ്തു. ആ ഡ്രൈവ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇത് ഇച്ചിരി ഒരു സമയം എടുക്കും, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം.
അത് നമ്മുടെ വിൻഡോസ് 8 വന്നു. ആദ്യമേ അതിൻ്റെ PC നെയിമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നെയിം കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്, അത് കസ്റ്റമൈസ് ചെയ്യാം. അതായത് നമ്മൾ ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം കിട്ടുന്നതും പിന്നെ വിൻഡോസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതേ ഉള്ളൂ, നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്യണം, കാരണം ഇത് നമ്മൾ പൈറേറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം റെഡിയാകും. ഇനിയിപ്പോൾ യൂസർ നെയിം എന്താണെന്ന് കൊടുക്കാം. ഇനി ഒരു പാസ്വേഡ് കൊടുത്തു. പാസ്വേഡിന് എപ്പോഴും നമ്മളൊരു ഹിൻറ്റ് കൂടെ കൊടുക്കണം, അത് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ ഹിൻറ്റ് കൊടുക്കേണ്ട കാര്യം ഒന്നുമില്ല, എങ്കിലും ഹിൻറ്റ് കൊടുത്താലേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഹിൻറ്റ് കൂടെ കൊടുത്ത് ഫിനിഷ് പ്രസ് ചെയ്തു. ഇനി ഇവരുടെ ഒരു പരസ്യമൊക്കെ വരും. അത് കഴിയുമ്പോഴത്തേക്കിനുമേ നമുക്കിത് യൂസബിളായിട്ട് കിട്ടത്തുള്ളൂ. എങ്ങനെയാണ് ഇവരുടെ മെനു എടുക്കുന്നതെന്നും സെറ്റിങ്സ് എടുക്കുന്നതെന്നും ഒക്കെയാണ് കാണിക്കുന്നത്. കാരണം വിൻഡോസ് 8 ഇത് ഞാൻ 8 ഇറങ്ങിയ ആ ഒരു സമയത്ത് 2013 ഈ സിസ്റ്റം ആദ്യം ഞാൻ അസംബിൾ ചെയ്തെടുക്കുന്നത്. ഇതൊരു ശകലം നേരം എടുക്കും, അപ്പം അതുവരെ ഞാനൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെസ്ക്ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ പേഴ്സണലൈസ്ഡ് സെറ്റിങ്സിനകത്ത് പോയി ഡെസ്ക്ടോപ്പ് ഐക്കൺസിനകത്ത് കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക്സ്, മെയിൻലി നമുക്കിത് മാത്രം മതി. നമ്മളത് അപ്ലൈ ഓക്കെ കൊടുത്തു. ഇനി ഇതിന് ശേഷം നമ്മുടെ ഡ്രൈവ് 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഡ്രൈവ്, അതായത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, പാർട്ടീഷൻ ചെയ്തില്ലേ, ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കണം. ഫോർമാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് യൂസബിളായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ നേരത്തെ ബൂട്ടിൻ്റെ സമയത്ത് നമ്മൾ ഫോർമാറ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പം അതും ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിലെ ആദ്യത്തെ വർക്ക്ഷോപ്പായിരുന്നു ഇന്ന്. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.